ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമ്മയുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി മറ്റൊരു പ്രോഗ്രാം ഇല്ലാതെ ഡൽഹിയിൽ നിന്ന് പറന്ന് ഇറങ്ങി. ആ സ്വീകരണത്തിൽ നിന്നും മമ്മൂട്ടിയും മന്ത്രി കൂടിയായ ഗണേഷ് കുമാറും മാറി നിന്നു നിസ്സഹകരിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളോട് ചാനൽ ചോദിച്ചത്, നിങ്ങളിതറിഞ്ഞില്ലേ, നിങ്ങൾ കേട്ടില്ലേ, എന്തിനാണ് മമ്മൂട്ടിയും ഗണേഷ് കുമാറും മാറി നിന്നത്? അപ്പം ഞാൻ തിരികെ ചോദിച്ചു, മമ്മൂട്ടിയും ഗണേഷും മാത്രമല്ലല്ലോ, വേറെ എത്രയോ ശക്തരായ യുവ നടന്മാർ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അവരൊക്കെ മാറി നിന്നതാണോ? എനിക്ക് അറിയാനും കഴിഞ്ഞത് വ്യക്തിപരമായ വൈരാഗ്യം ഒന്നും സുരേഷ് ഗോപിയുമായിട്ട് ഈ രണ്ടു പേർക്കുമില്ല. അവർ മാറി നിൽക്കാൻ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടെന്ന് ആലോചിക്കണം. കാരണം 27 വർഷമായി ഈ സംഘടനയുമായി ഒരു ബന്ധവുമില്ലാതെ 27 വർഷം മുമ്പ് ഈ സംഘടന വിട്ടുപോയ ഒരു നടനാണ് സുരേഷ് ഗോപി എന്ന് ആലോചിക്കണം. അതിനു മുമ്പ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഒക്കെ ശരി തന്നെ. 27 വർഷം മുമ്പ് പോയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ഇപ്പോൾ സ്വീകരണം കൊടുത്തു, പുതിയ മെമ്പർഷിപ്പ് എടുപ്പിച്ചു. ആ പുതിയ മെമ്പർഷിപ്പ് കൊടുത്തതാകട്ടെ 25 വർഷം ഈ സംഘടനയെ നിലനിർത്തിയ സജീവമായി നിൽക്കുന്ന ഇടവേള ബാബുവിനായിരിക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് മെമ്പർഷിപ്പ് കൊടുത്തു, ബാബു ഇറങ്ങിപ്പോയി. അത് ഇറങ്ങിപ്പോയിച്ചാൽ ഇഷ്ടത്തിനല്ല, ബാബു സംഘടനയിൽ ആരുമല്ലാതായി തീർന്നിരിക്കുന്നുള്ളതാണത്. എന്നാൽ സുരേഷ് ഗോപിക്ക് മാത്രമല്ല ഈ സംഘടന സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചത്. മന്ത്രി ഗണേഷ് കുമാറിനും സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് അറിഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാൻ കാരണം, നമ്മൾ അതിൻ്റെ യുക്തിസഹമായി ന്യായമായ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഗണേഷ് കുമാർ എന്ത് കാരണമാണ് മാറി നിൽക്കാൻ നമുക്കറിയില്ലെങ്കിലും ഒരു കാര്യം നന്നായി എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം സുരേഷ് ഗോപി ഈ അടുത്ത കാലത്താണ് ഈ MP ആയതും കേന്ദ്രമന്ത്രി ആയതെന്ന് ആലോചിക്കണം. അതിന് ഗണേഷ് കുമാർ ഈ സംഘടനയിൽ സജീവമായി നിൽക്കുന്ന, പിന്നിലും മുന്നിലും ഒരുപോലെ നിന്ന് സംഘടനയെ വളർത്തുന്നതിൽ സഹകരിക്കുന്ന നടൻ കൂടിയാണ് KB ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാർ മുൻപ് മന്ത്രി ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഈ സംഘടനയ്ക്ക് ഇത് ആവശ്യത്തിലേറെ സഹായങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഈ അടുത്ത കാലത്ത് മന്ത്രിയായതിനു ശേഷം സ്വീകരണം അമ്മ കൊടുത്തിട്ടില്ല. ഇന്ന് സുരേഷ് ഗോപിക്ക് സ്വീകരണം കൊടുക്കാൻ കാണിച്ച ആ വ്യഗ്രത, ആ താല്പര്യം മാസങ്ങൾക്ക് മുമ്പേ മന്ത്രിയായ ഗണേഷ് കുമാറിനെ ആദരിക്കാനുള്ള മനസ്സ് ഈ സംഘടന കാണിച്ചില്ല എന്നുള്ളൊരു പറച്ചിൽ ഗണേഷ് കുമാറുമായി അടുപ്പമുള്ള, ഗണേഷ് കുമാർ സ്നേഹിക്കുന്നവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരുടെ എല്ലാം നിർബന്ധം കൊണ്ട് കൂടിയായിരിക്കാം ഗണേഷ് കുമാർ ഈ സ്വീകരണം ഏറ്റുവാങ്ങാൻ വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് ഗണേഷ് കുമാർ പറയേണ്ട കാര്യമാണ്. പിന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ച്, മമ്മൂട്ടി എപ്പോഴും വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണെന്ന് ആലോചിക്കണം. മമ്മൂട്ടി സ്ഥലത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? മമ്മൂട്ടി വിദേശ യാത്രയിലാണ്, കുടുംബസമേതമുള്ള വിദേശ യാത്രയിലായതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് വരാൻ കഴിയാതിരുന്നത്. ഇത് പറഞ്ഞപ്പോൾ കുറച്ച് പേര് ചിരിച്ചു. ഇതൊക്കെ ശരി തന്നെ. അമ്മയുടെ വാർഷിക യോഗം തീരുമാനിച്ചത് 30-ാം തീയതി തീരുമാനിച്ചത് 29-ാം തീയതിയോ അല്ലെങ്കിൽ 25-ാം തീയതിയോ ഒന്നുമല്ല. അത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ ഡേറ്റ് അറിഞ്ഞതുകൊണ്ട് താൻ ആർക്കും എതിരല്ല, താൻ ഒരു പ്രശ്നത്തിനും ഇല്ല എന്ന് ബുദ്ധിപൂർവ്വം മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി മമ്മൂട്ടിയും കുടുംബവും വിദേശ യാത്രയിൽ പോയതാണ് എന്നുള്ള പ്രചരണവും നടക്കുന്നുണ്ട്. മാത്രമല്ല മമ്മൂട്ടിക്ക് ഇപ്പോൾ സുരേഷ് ഗോപിയോട് വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമയിലെ നായകൻ സുരേഷ് ഗോപിയാണെന്ന് ആലോചിക്കണം. അവർ തമ്മിലുള്ള കൊച്ചു പിണക്കങ്ങൾ, പ്രശ്നങ്ങളെല്ലാം അവർ തന്നെ തീർത്ത് കളഞ്ഞു എന്നാലോചിക്കണം. അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് വഴക്കില്ല എന്ന് പറയുന്ന പോലെയാണ്. അവർക്കിടയിൽ വഴക്കില്ല, എല്ലാം മഞ്ഞ് ഉരുകിയാലും ഉരുകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വിദേശ യാത്രയ്ക്കിടയിലായതുകൊണ്ട് മമ്മൂട്ടി സുരേഷ് ഗോപിയുടെ സ്വീകരണത്തിന് എതിർ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല മമ്മൂട്ടി ഇപ്പോൾ ഈ സംഘടനയുടെ ആരുമല്ല, പ്രസിഡൻ്റല്ല, വെറും ഒരു സാധാ മെമ്പർ കൂടിയാണ്. അങ്ങനെ സാധാ മെമ്പർ ആയിരിക്കുമ്പോൾ ഇത്രയും പേര് വരായി, ഇവിടുത്തെ പൃഥ്വിരാജ് അടക്കമുള്ളവർ, ഫഹദ് ഫാസിൽ അടക്കമുള്ളവർ, ഈ മമ്മൂട്ടിയുടെ മകനടക്കമുള്ളവർ, മോഹൻലാലിൻ്റെ മകനടക്കം, ഇങ്ങനെ കുറേ ചെറുപ്പം യങ്സ്റ്റേഴ്സ്, അതായത് ഈ സംഘടനയുടെ സെക്രട്ടറി ആകണമെന്ന് ഒരിക്കൽ വളരെ സന്തോഷത്തോടു കൂടി ഇടവേള ബാബു പറഞ്ഞിരുന്നു.
അത് കുഞ്ചാക്കോ ബോബൻ ഈ സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. അത് ഒരു കുറച്ചിലുമില്ല. കാരണം സത്യസന്ധനായ ചെറുപ്പക്കാരനാണ് കുഞ്ചാക്കോ ബോബൻ. തനിക്ക് പുറകെ വരുന്നവർ, തനിക്ക് ശേഷം വരുന്നവർ ശക്തരായിരിക്കണം, അഴിമതി ഇല്ലാത്തവരായിരിക്കണം, എല്ലാവരും നല്ലൊരു പെരുമാറാനായിരിക്കണം, പക്ഷഭേദമില്ലാത്തവർ എന്ന് ഇടവേള ബാബു ആഗ്രഹിച്ചു പറഞ്ഞതെങ്കിൽ തെറ്റില്ല. പക്ഷെ ആ പറച്ചിലായിരുന്നു ഇടവേള ബാബുവിന് കോടാലിയായി മാറിയെന്ന് ആലോചിക്കണം. അന്ന് തുടങ്ങിയത് കഷ്ടകാലമാണ് ബാബുവിന് ആ സംഘടനയ്ക്കുള്ളിൽ. അതൊക്കെ എന്തായിക്കോട്ടെ, ഇത് സ്വീകരണത്തിൻ്റെ കാര്യമാണ്. എന്നാലും സുരേഷ് ഗോപി കുഴപ്പക്കാരൊന്നുമല്ല. പക്ഷെ സുരേഷ് ഗോപി വന്നപ്പോഴും സ്വീകരണം കൊടുത്തപ്പോഴും മറ്റു ചിലർ പറഞ്ഞു പരത്തുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെ ട്രഷറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതായത് ഈ സംഘടനയിൽ BJPക്കാർ പിടിമുറുക്കുന്നു എന്നൊരു പ്രചരണം വന്നു. വെറുതെയാണ്. കാരണം അമ്മയുടെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിയില്ല. അമ്മയുടെ സെറ്റപ്പിൽ അങ്ങനെ ഒരു BJPക്കോ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കോ പിടിമുറുക്കാൻ തക്കതല്ല. അത് അതിൻ്റെ രീതിയിൽ വളരെ ഭംഗിയായിട്ട് പുറത്തുനിന്ന് കാണുന്നവർക്ക് എന്നും പറയാമെങ്കിലും ആ സംഘടനയ്ക്കുള്ളിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് രാഷ്ട്രീയ സംഘടനയുടെ മെഗാഫോണാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലല്ല ആ സംഘടനയുടെ പോക്കെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആരാ? സിദ്ദിഖ് ഒരു കോൺഗ്രസിൻ്റെ ആളാണെന്ന് പറയാം, പലപ്പോഴും സ്ഥാനാർത്ഥിയാക്കുന്നതല്ല. മോഹൻലാലാണെങ്കിലും മോഹൻലാലിനെ BJP എന്ന് പറയുന്നുണ്ട്, ഇടതുപക്ഷക്കാരെന്ന് പറയുന്നത്, CPM കാരെന്ന് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ അടി ഉറച്ച പക്ക BJPക്കാരനാണ്. അങ്ങനെ അത് ഈ ജയിച്ചു വന്നവർ, ഇപ്പോൾ ജോയ് മാത്യു വന്നിട്ടുണ്ട്. ജോയ് മാത്യു വിമർശകനാണെന്ന് ആലോചിക്കണം. കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് അല്ല. കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ വൈസ് പ്രസിഡന്റിന് ഒരാളായി ജയൻ ചേർത്തല CPIക്കാരനാണെന്ന് ആലോചിക്കണം. അപ്പോൾ 2 വൈസ് പ്രസിഡന്റുമാർ വന്നിട്ടുണ്ടായാലും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു ഇതിലും ഭൂരിപക്ഷമില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ BJPയുടെ കേരളത്തിലെ സാംസ്കാരികത്തിൻ്റെ തലവനായ നിർമ്മാതാവ് കൂടിയ സുരേഷ് കുമാർ ഈ അമ്മയുടെ മെമ്പറാണ്. കുറേ സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടുണ്ട്. അവരെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ പ്രസിഡൻ്റാക്കാനുള്ള സാധ്യതയുണ്ട്. വെറും തെറ്റാണ്. സുരേഷ് ഗോപി ഇനി ഈ കേന്ദ്രമന്ത്രി പദമുള്ള കാലം വരെ ഈ സംഘടനയുടെ ഭാരവാഹി ആവില്ല, ആകാനും പറ്റില്ല എന്നാലോചിക്കണം. അപ്പോൾ ചോദിക്കും സുരേഷ് കുമാർ വന്നാലോ? സുരേഷ് കുമാർ ഇപ്പോഴും അറിയപ്പെടുന്ന നിർമ്മാതാവ്, അതിൻ്റെ സംഘടനതാവ് എന്ന രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മാത്രമല്ല സുരേഷ് കുമാറിന് എളുപ്പം ഒന്ന് ചാടി ഭാരവാഹിയാകാൻ പറ്റില്ല. അതാണ് താരസംഘടനയായ അമ്മയുടെ മറ്റു പലർക്കും അറിയാത്ത രീതിയിലുള്ള ഒരു കെട്ടുറപ്പ് എന്ന് ആലോചിക്കണം. ആ കെട്ടുറപ്പിനിടയിൽ ചിലർക്ക് അധികാരമോഹം വന്നുകൊണ്ട് ചിലർക്ക് നേടാമെന്നുള്ളതിൽ ചില സംഭവം നടന്നിരിക്കുന്നു. അത് ഇതുവരെ താരസംഘടന ഇല്ലാതിരുന്നൊരു ദുഷിച്ച പ്രവണത ഈ വരവുണ്ടായെന്ന് ആലോചിക്കണം. ആ വരവിൻ്റെ ആദ്യത്തെ അടി എന്ന് പറഞ്ഞാൽ ഇടവേള ബാബുവിനെ തൂക്കി എറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും കറിവേപ്പില പോലെയായി ബാബു എറിഞ്ഞു. ഒരുപക്ഷെ ഇനിയെ ബാബു രക്ഷപ്പെടാൻ പോകുന്നൊരു പക്ഷേ ഇനി ആയിരിക്കാം. എന്തായാലും ഒരു കറുത്ത പാട് അമ്മയുടെ ഈ തെരഞ്ഞെടുപ്പ് മുഖാന്തരം വീണ് കഴിഞ്ഞു. എല്ലാവരും കാത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. നടക്കട്ടെ. ഈ ജനറൽ സെക്രട്ടറി പദം എന്ന് പറഞ്ഞാൽ എന്ത് സുഖകരമായി ലഡ്ഡു കഴിക്കുന്ന പോലെ സുഖകരമാണ്, രസകരമാണ് എന്നാണ് ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കും, അങ്ങനെയല്ല. നല്ല ത്യാഗവും എല്ലാം വേണ്ടി വരും, നല്ല ഭാരം വേണ്ടി വരും എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് വയ്ക്കാനുള്ള റിപ്പോർട്ട്. താരസംഘടന സജീവമായി നടക്കണം. അതിൻ്റെ ജനറൽ സെക്രട്ടറി വരുന്ന ആൾക്കാർ ഒന്നുകിൽ സിനിമ അവരുടെ എണ്ണം കുറയ്ക്കണം, സിനിമയിൽ സജീവമാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു നിബന്ധന അമ്മ വയ്ക്കേണ്ടത്.